ഏക്കറുകളോളം പടർന്നു കിടക്കുന്ന പാടശേഖരങ്ങൾക്ക് നടുവിലൂടെയാണ് ഈ വഴി. പാടമായിരുന്നു. പിന്നീടാണ് ഈ വഴി മുളയ്ക്കാൻതുരുത്തിൽ നിന്ന് കാവാലത്തോട് വന്ന് ഈ വഴിയൊക്കെ ആയത്. അപ്പോൾ ഈ പാടശേഖരത്തെ കീറി മുറിച്ചുകൊണ്ടാണ് ഈ വഴി. ഇപ്പം നിൽക്കുന്നത് കൃഷ്ണപുരം എന്ന സ്ഥലത്താണ്. കാവാലം എത്തുന്നതിന് മുമ്പുള്ള സ്ഥലമാണ് കൃഷ്ണപുരം. രസവും മനോഹരമായൊരു സ്ഥലമാണ്. കണ്ടല്ലോ എൻ്റെ പുറകിലൊക്കെ താറാക്കൂട്ടങ്ങൾ. ഇതെന്തെന്ന് മനസ്സിലായോ? കാവാലം മുരിക്കൻ എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു കാലത്ത് കുട്ടനാട്ടിൽ കിരീടം വെക്കാത്ത ഒരു രാജാവായിരുന്നു കാവാലം മുരിക്കൻ. കായൽ മുരിക്കൻ എന്നും വിളിച്ചിരുന്നു. ഈ മുരിക്കൻ്റെതായിരുന്നു ഈ പ്രദേശം മുഴുവൻ, ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ മുഴുവൻ. അന്ന് റാണി ചിത്തിര കായൽ അത് കട്ട കുത്തിപ്പൊക്കി അവിടെ കൃഷി നടത്തി. അതൊരു വലിയൊരു വിപ്ലവം തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ കൃഷി ചെയ്തിരുന്ന കർഷകർക്ക് കൃഷിനിലങ്ങളൊക്കെ വീതം വെച്ച് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പ്രതാപം നഷ്ടപ്പെട്ട ആ കാവൽ മുരിക്കൻ്റെ നെൽപ്പുര മാത്രമാണ് ഈ കാണുന്നത്. നെൽപ്പുര തന്നെയാണ് ഈ കാണുന്നത്. നിങ്ങൾക്കിതിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ ഇതിൻ്റെ വലിപ്പം ഇത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നെൽപ്പുര മാത്രമാണ് ഈ കാണുന്നത്. ഇപ്പോൾ മക്കളുടെ മക്കളൊക്കെയായി വന്നത്. ഇപ്പോൾ ഇത് വെറുതെ കിടക്കുകയാണ്, ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതിൻ്റെ തറവാട് എന്ന് പറയുന്നത് ഇതിനപ്പുറമാണ്. പുറത്ത് കാണുന്നതാണ് തറവാട്. അത് മക്കളുടെ മക്കളൊക്കെ ആയിട്ടത് വീതം വെച്ച് മാറിയിരുന്നു. ഇവിടെ എന്തോ റോഡിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇന്ന് കൂടുതലും ഹോം സ്റ്റേകളൊക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള കൺസ്ട്രക്ഷനൊക്കെയാണ് പലയിടത്തും നടക്കുന്നത്. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ തന്നെയാണ് ഞാനിന്നിവിടെ എത്തിയത്. നിങ്ങൾക്ക് ഈ സ്ഥലം എന്തെങ്കിലും പരിചയമുണ്ടോ? എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ സ്ഥലവും ആ പാലം, ഈ ഇരുനില കെട്ടിടം, നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? ഒട്ടേറെ മലയാള സിനിമകൾക്ക് വേദിയായിട്ടുള്ളൊരു ലൊക്കേഷനാണിത്. ഈ കെട്ടിടവും ഈ പാലവും ഈ കാണുന്ന കടമുറികളുമെല്ലാം കുട്ടനാടിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും വിളിച്ചോതുന്ന പ്രദേശം. കുട്ടനാട് പശ്ചാത്തലമാക്കി ഇറങ്ങിയിരിക്കുന്ന മിക്കവാറും എല്ലാ സിനിമകളിലും തന്നെ ഈ സ്ഥലം ഒരു മുഖ്യ ലൊക്കേഷനാണ്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ഞാനൊന്നുകൂടെ പറയാം. ആമയും പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും, പിന്നിപ്പം അടുത്ത കാലത്തും ഇറങ്ങിയ സിനിമകൾ ഞാനതിൻ്റെ വീഡിയോ ക്ലിപ്പോട് തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കെട്ടിടങ്ങളെല്ലാം കൂടുതൽ പരിചിതമാകും. റോഡിന് അങ്ങേ സൈഡിലേക്ക് പോകും. അവിടെയാണ് കൂടുതലും ഷൂട്ടിംഗ് നടന്നിരുന്നൊരു സ്ഥലം. Thank you.
really well. You too. Bye. Bye. ചേട്ടാ ഒരു നാരങ്ങ സോഡ. 3 കൂട്ടരുണ്ടായിരുന്നു. 1, പള്ളി പൊളിക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ വന്ന ആർക്കിയോളജി സയന്റിസ്റ്റ്. 2, സോളമനെ കൈകാര്യം ചെയ്യാനായി ഫിലിപ്പോസ് കാൻഡ്രാക്ക് ഇറക്കുമതി ചെയ്ത 2 കേടികൾ. വിക്രമൻ, മുത്തു. സ്നേഹബന്ധങ്ങളുടെ വില കാലമാടനാ കാലമാടൻ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു ഗോവിന്ദേട്ടാ. സൂര്യൻ ഉദിച്ചിട്ട് നേരെ എന്തുമാത്രമായി നിന്റെ വിചാരം? എന്നിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ഇത്രയും വലിയൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതായാലോ? അതെ, ഞാൻ ചേട്ടന്റെ പണിക്കാരനല്ല, ഷാപ്പിലെ പണിക്കാരനാ. ഗംഗ മുതലാളി വന്ന് ഷാപ്പ് തുറന്നു തന്നാലല്ലേ ചേട്ടന് കാലെടുത്തോണ്ട് തരാൻ പറ്റൂ. പിന്നെ ഈ കാല് കൊണ്ട് നടന്നിങ് എത്തണ്ടേ? കാലത്ത് കാലടിക്കാൻ 10 മിനിറ്റ് താമസിച്ചേന എന്റെ മെക്കിട്ട് കയറുന്നേ. സാംസ്കാരിക സ്ഥിരാ കേന്ദ്രമായ ഈ വായനശാലയുടെ പ്രസിഡന്റായി തികഞ്ഞ സത്യസന്ധനും സാത്വികനും സർവോപരി നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ശ്രീമാൻ ചന്ദ്രൻ പിള്ളയെ വീണ്ടും തെരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദകരമായ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കേട്ടുടനെ അദ്ദേഹം മടവീഴും വയലിന് പന്തലിട്ട വെയില്, വെയിലിന് മുട്ടി നിന്ന തണല്, തണലില് തൊട്ട് തൊട്ട് കുടില്. ഇതിപ്പം എൻ്റെ കൂടെ ഉള്ളത് ശശിയേട്ടനാണ്. ശശിയേട്ടൻ ഇവിടുത്തെ ഒരു ലൊക്കേഷനെ കുറിച്ച് വളരെയധികം ധാരണയുള്ള, ഇവിടുത്തെ ഓരോ മുക്കും മൂലയെ കുറിച്ചും ഒക്കെ വ്യക്തമായ ധാരണയുള്ള ഒരാളാണ്. ഇവിടെ നമുക്ക് മൂവി ഷൂട്ടിങ്ങിനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അറേഞ്ച് തരാൻ പറ്റുന്ന ഒരാളാണ് ശശിയേട്ടൻ. ശശിയേട്ടൻ ഇവിടെയുള്ള എല്ലാ താമസ സൗകര്യങ്ങളാണ്, ലൊക്കേഷനാണെങ്കിലും നമുക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശശിയേട്ടൻ ഇവിടെ തിരക്കിയാൽ മതി, ഈ ഇവിടെ തന്നെയുണ്ട്. ശശിയേട്ടൻ ഒന്ന് പറയാമോ, ശശിയേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? അല്ലെങ്കിൽ സിംഹാസനം പടം മുതൽ ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുള്ളതാണ്. എപ്പം വന്നാലും എന്താവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വിളിച്ചാലും ഓക്കെ. ശശിയേട്ടൻ്റെ നമ്പർ ഞാൻ മേടിക്കാം, അത് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ ഇടാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ശശിയേട്ടനെ വിളിച്ചാൽ മതി. എന്ത് സൗകര്യങ്ങളും തനി കുട്ടനാട് നമുക്ക് പരിചയപ്പെടുത്തി തരും ശശിയേട്ടൻ. തീർച്ചയായിട്ടും. ഓക്കെ. സിനിമയുടെ കുറച്ച് ഷൂട്ടിംഗ് ഇവിടെ പിടിച്ചു, കരുമാടിക്കുട്ടൻ്റെ കുറച്ച് ഷൂട്ടിംഗ് ഇവിടെ പിടിച്ചു. അങ്ങനെ 5-6 പടങ്ങൾ, പിന്നെ കായൽ രാജാവ് ഇവിടെ വെച്ച് പിടിച്ച്, അങ്ങനെ ഒരുപാട് സിനിമകൾ പിടിച്ച സ്ഥലമാണ്. ഈ പറയുമ്പോൾ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നായിരിക്കും നിങ്ങൾക്ക് സംശയം അല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ കാണുന്നുണ്ടോ ഈ തറവാട്? ഇതാണ് കായൽ രാജാവായിരുന്ന മുരിക്കിൻ്റെ തറവാട് എന്ന് പറയുന്നത്. കായൽ രാജാവ് ഒരു സമയത്ത് ഇവിടുത്തെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു. പക്ഷേ 57-ലെ ഭൂപരിഷ്കരണ നിയമത്തിൽ കർഷകർക്ക് സ്ഥലങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പ്രസക്തി നഷ്ടപ്പെട്ട കായൽ രാജാവിൻ്റെ തറവാടാണ്. മുൻവശത്ത് കാണുന്നത് ഈ പൂമുഖം. ഇത് ഇപ്പം അവസാനം ഏതൊരു സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടിരിക്കുന്നതാണ്. ബാക്കി കാണുന്ന നമ്മളീ പുറകെ കാണുന്ന മുതലുള്ള ഇരുന്നു കായൽ രാജാവായ മുരിക്കിൻ്റെ തറവാട് കാണുന്നത്. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ അതാണ് ബുദ്ധിമുട്ട്. ഞാൻ സിംഹാസനം പടം പോലെ ഇങ്ങോട്ട് അഭിനയക്കാരനാണ്, എല്ലാ സിനിമാ ഫീൽഡിലും മുഖവും. മധു സാറ്, അത് കഴിഞ്ഞ് സുരേഷ് ഗോപി, നസീർ, ജയറാവ്, മമ്മൂട്ടി 3 പ്രാവശ്യം. മോഹൻലാൽ മാത്രം ഇവിടെ വന്നിട്ടില്ല. മോഹൻലാലിൻ്റെ പടം മാത്രം ഇവിടെ വന്നിട്ടില്ല. ഈ അടുത്ത നാളിൽ ഇവിടെ വന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇളകിയ ഒരു പടമെന്ന് പറഞ്ഞാൽ
സേതുപതി, വിജയ് സേതുപതി വന്നു. വിജയ് സേതുപതി. ഒരാളെ പുള്ളിക്കൊന്ന് ചുംബനം വെക്കുന്നതിന് 100 രൂപ എൻ്റെ പോക്കറ്റ് വീഴുമായിരുന്നു. ചേട്ടനായിരുന്നു അതെല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. സിനിമാ നടന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പക്ക ഡീസൻ്റ് ഉള്ളൊരു മനുഷ്യൻ. പ്രധാന വാദം ഇത് തുറന്നിറങ്ങുന്നത് പമ്പയാറ്. പമ്പയാറിലോട്ട് മഞ്ജുകാരെ കുളിച്ച് ഞങ്ങൾ അക്കരെ ചെന്ന് എൻ്റെ താറാവിനെ നീന്തിച്ച് കയറ്റിയ പാലമാണ് അക്കരെ. നേരെ ആ ലൊക്കേഷനോടെ കാണിച്ചത്. ഇതിന്റെ നേരെ അക്കരത്തെ അതൊരു പാലം. അത് ഒരു ചെറിയ പാലം കാണാമോ? സുമാരി ചേച്ചി മുട്ടക്കച്ചവടക്കാരത്തി. മഞ്ജു വാര്യരും ഞാനും കൂടി ഇവിടുന്ന് വള്ളത്തെ ചെല്ലുക, മുട്ടക്കച്ചവടമായിട്ട് ചെല്ലുക, സുമാരി ചേച്ചി സാധനം മേടിക്കുക, സുമാരി ചേച്ചി താറാവിന് തീറ്റി കൊടുക്കുന്ന ഒരു റോളെടുത്ത സ്ഥലമാണ് ആ കാണുന്നത്. ഞാൻ തിരികെ യാത്ര ചെയ്യുകയാണ്. ഇത് ചങ്ങനാശ്ശേരി കോട്ടയം റൂട്ടിൽ തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഇടത്തോട്ട് ഒരു 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന സ്ഥലമാണ് കാവാലം. പ്രകൃതിരമണീയമായ പാടശേഖരങ്ങളൊക്കെയുള്ള പുഴകളും തോടുകളും കായലുകളുമൊക്കെയുള്ള സുന്ദരമായ ഒരു സ്ഥലം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് വന്ന് കണ്ടുപോകാവുന്നൊരു സ്ഥലമാണിത്.